ഹായ് ഗായ്സ്, വെൽക്കം ടു ഗോൾഡൻ ഫാമിലി. അപ്പോൾ ഗോൾഡൻ ഫാമിലിയുടെ ഫസ്റ്റത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പണ്ടെപ്പോഴും ഒരു വ്ളോഗ് തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ ഞങ്ങളതിനെ അങ്ങ് മുളയിലെ നുള്ളി കളഞ്ഞതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ വ്ളോഗ് എങ്ങനെ ഇടണമെന്ന് ശരിക്കറിയില്ല. അപ്പം അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഈ വ്ളോഗ് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ കുറ്റങ്ങളും കുറവുകളും ഒക്കെ തോന്നും. പക്ഷേ ഓരോന്നാകുമ്പോഴേക്കും ശരിയാക്കും. ഇത് ഞങ്ങൾ ഡൽഹി പോയ വ്ളോഗാട്ടോ. അപ്പോൾ ഡേ 1ൻ്റെ വ്ളോഗായിരിക്കും ഇത് കാണണ്ടാവും നിങ്ങൾ. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയാം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോയാം. അപ്പോൾ നമ്മൾ കുറേ കാലം പ്ലാൻ ചെയ്യും, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പ്ലാൻ ചെയ്യും. പക്ഷെ അതൊക്കെ ഫ്ലോപ്പായിട്ട് ലാസ്റ്റ് നമ്മൾ പോവാണ് ഡൽഹിക്ക്. അപ്പം ഭയങ്കര സുഖമില്ല, ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഞങ്ങൾ ഇറങ്ങാം. പിന്നെ അമ്മൂലാണ്ടുള്ള ട്രിപ്പാണ്, അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട്. പക്ഷെ അതൊരു നല്ല കാര്യത്തിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പിന്നെ എന്താ ചിന്തിച്ച് അത് ഓക്കെ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം ഗൈസ്. ഇവിടെ ലൈറ്റിൽ ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടില് ഇതില്ല, എന്തില്ല. ഞങ്ങൾ നല്ല തിരക്കിട്ടിട്ട് വേഗം ഓടി വന്നാണ്. ലൈറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് പപ്പ കിടച്ചതാണ് നല്ല സ്പീഡില്. നമുക്കിനി അവരെ വഴിയിൽ വെച്ച് കാണും. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് നമുക്ക് അവരെ കണ്ടിട്ട് മീഷോനെ വെറും 50 രൂപയ്ക്ക് സൈഡ്. അങ്ങനെ നമുക്ക് അവരെന്നെ വഴിയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് എല്ലാവരും ലഗേജൊക്കെ ഇറക്കിയിട്ട് സെറ്റായിട്ട് നടക്കുകയാണ്. പക്ഷെ ഇതിൽ ആർക്കും എന്താ ചെയ്യേണ്ടതെന്ന് വലിയ പെടുത്തില്ല. എന്നാലും വലിയ കാര്യത്തിൽ ഉന്തിപ്പിടിച്ച് പോകുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിൽ നടക്കുകയാണ്. പപ്പയും അമ്മയും മുമ്പ് ജോർദാൻ, പാലസ്തീൻ അങ്ങനത്തെയൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ചാച്ചനൊക്കെ പോയിട്ടുണ്ട് ഡൽഹിക്കൊക്കെ. പിന്നെ ഞാനും ഞങ്ങൾക്കും ആൾക്കൂടി കയറിയിരിക്കുന്ന ചെറുപ്പത്തിൽ എപ്പോഴും ബാംഗ്ലൂരിൽ നിന്ന് പോകണം. അപ്പോൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചിന്തുവിന് പഴയ ആധാർ കാർഡ് ഇട്ട് മനസ്സിലാവണമെന്നില്ല. അയാളെ നോക്കിട്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. നമുക്ക് ആർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഗൈസ്. ഞങ്ങൾ പൊട്ടന്മാരായിട്ടിരിക്കുകയാണ് ഗൈസ്. 2 പൊട്ടന്മാരെ കാണിക്കും. ഞങ്ങൾ 2 പൊട്ടന്മാരെ കാണിച്ചത്. 2 പൊട്ടന്മാർ. ഞങ്ങൾക്ക് ടിക്കറ്റ് ശരിയായിട്ടില്ല. ബോർഡിംഗ് പാസ് കുറേ നേരമായിട്ട് 3 പേർക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങളിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ആ വന്ന വഴി തന്നെ ഹിന്ദിക്കാർ എന്ത് പറയേണ്ടതെന്ന് അറിയില്ല. ഹിന്ദി അറിയില്ല. തേങ്ങ എന്തൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങിപ്പോവും. ഓളുടെ ചന്തം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരുടെയും ടിക്കറ്റ് ഉണ്ട് ഗൈസ്. ടിക്കറ്റ് കിട്ടി. ഇനി 2 എണ്ണം മാറിക്കരണം. ബോംബെന്ന് ബോംബെ ടു ഡൽഹി അങ്ങനെയാണ്. എനിക്കും തങ്കുവിന് ഒരുമിച്ചാണ് കിട്ടിയത്. ഇവിടെ ഒറ്റയ്ക്കാണ്. ബാക്കി എല്ലാവരും ഏറെക്കുറെയൊക്കെ ഒറ്റയ്ക്ക്. അപ്പം ഞങ്ങൾ മാത്രം ഒരുമിച്ചുള്ളൂ. ബാക്കിയൊക്കെ നമ്മളപ്പോൾ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഫുൾ ചെക്കിങ് ചെയ്തിട്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവർ വരാനുണ്ട്. വെയിറ്റ് ചെയ്തിരിക്കുക വരാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. പക്ഷേ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഒന്നും ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഏറെക്കുറെ ഫസ്റ്റ് ഫ്ലൈറ്റ് പോലെ തന്നെ ആയിരുന്നു. എല്ലാവരും മൊത്തം എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ ചെവിയൊക്കെ നല്ല രീതിക്ക് വേദനിച്ചു. ഇതിപ്പോൾ ഫസ്റ്റ് പോകണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇപ്പോൾ പോയവർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവരും ചെറിയ പേടിയിലൊക്കെ കുരിശൊക്കെ വരച്ചിട്ടൊക്കെ ഇരുന്നായിരുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. ചെവി കുത്തുന്ന പ്രശ്നം നന്നായിട്ടുണ്ടായിരുന്നു. ചിഞ്ചുവിനൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അത്. പക്ഷെ കുഴപ്പമില്ല, സെറ്റായി. അങ്ങനെ ഞങ്ങൾ മുംബൈയിലേക്ക് എത്തി. എന്നിട്ട് ഈ വണ്ടി നേരെ പോകുന്നത് ഫ്ലൈറ്റിന് അടിക്കാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആർക്കും ഇത് കാണാനൊക്കെ കാണാം. ഇതാണ് നമ്മൾ പ്ലെയിനിൽ കയറാൻ പോകുന്നത്. കുറേ നേരത്തെ ട്രാവലിന് കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നേരം
മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മളിപ്പോൾ ഹോട്ടലിലെത്തി. റൂമിൻ്റെ കാര്യമൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ID പ്രൂഫൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ടയേർഡായിരുന്നു. നല്ല ടയേർഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം വണ്ടി ഇരിക്കാൻ പറ്റില്ല. പക്ഷേ ആ ചേട്ടൻ നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വേഗം എത്തി. പിന്നെ താജ്മഹലിൻ്റെ അടുത്ത് തന്നെ. അപ്പം പിന്നെ ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ 5 കിലോമീറ്റർ എത്ര ആയിട്ടുള്ളൂ. അപ്പം ഇതുണ്ട്. പക്ഷെ നല്ലൊരു ഇതുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇവിടുത്തെ റിസപ്ഷൻ്റെ സ്ഥലം കാണിച്ചു തരാം. ഇനി ഞങ്ങൾ റൂം ടൂറൊക്കെ കാണിച്ചു തരാം. ചിന്തിട്ട് ആയിരിക്കട്ടെ റൂം ടൂർ കാണിക്കുക. ചിന്തി നോക്കിയാൽ അപ്പം നമ്മൾ എന്താ താജ്മഹൽ കാണാൻ പോവാണ്. കുറേ കാലത്തിന് ഒരു ഇലക്ട്രിക് വണ്ടിയിലാണ് പോകുന്നത്. കാണാൻ പറ്റും, എല്ലാവരെയും കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ കുറേ ഇങ്ങനത്തെ ഇലക്ട്രിക് വണ്ടികളുണ്ട്. കുറേ ആൾക്കാരും വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് കാണാൻ കഴിച്ചു. ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞങ്ങൾ കാണും. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മമാരെ കാണിച്ചു തരാം. അമ്മ നോക്ക്, നോക്കി നോക്കി തങ്കം. ഇനി ബാക്കിയുള്ളൊരു ഫ്രണ്ടില്ല, അവർ കാണില്ല. അതിൻ്റെ ഇടയിൽ ആരൊക്കെ വന്ന് വിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെ കാണിച്ചില്ല. ബാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി എങ്ങോട്ട് എത്തണേന്ന് അറിയില്ല. എന്നാലും നല്ല കാറ്റുണ്ട് ഗൈസ്, നല്ല കാറ്റുണ്ട്. നല്ല സ്പീഡ് ഉണ്ട്. എൻ്റെ മുടിയൊക്കെ ബ്ലാന്നായിട്ട് ബ്ലാ ബ്ലാ ബ്ലാ. അവിടെ എങ്ങോട്ട് എത്തണേന്ന് അറിയില്ല ഗൈസ്. ഇത് മറ്റേ പാമ്പിന്റെ ഗെയിം പോലെ ഉണ്ട്. കുഞ്ഞാവൊരു ബ്ലോഗിങ് ചാനൽ തുടങ്ങി ആരും കാണില്ല. എന്താ നോക്കിയോളൂ പറയുന്നത്. 8 കളിക്കാടാ ഗൈസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ കവർ എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് മാർബിളിൽ ചളിയാവുന്നതുകൊണ്ട് ചെരുപ്പ് ഇതിലിട്ടിട്ട് പോകണമെന്നാണ് പറയണത്. അപ്പം എല്ലാവരുടെയും ഉണ്ട്. എൻ്റെ അമ്മേനെ നോക്കി ചെത്തായിട്ടില്ലേ ഗൈസ്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഷൂ ഇതിലിട്ടിട്ട് വേണം പോവാൻ നമ്മൾ അങ്ങോട്ട്. അപ്പം നമ്മൾ അങ്ങനെ കടന്നു, എൻട്രി ആയി, താജ്മഹലിലേക്ക് കടന്നു. ഇനി ഇവിടെ കുറച്ച് സെക്യൂരിറ്റി ചെക്കിങ്സ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണിച്ചു. പിന്നെ ഇത് ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ വലുപ്പത്തിനനുസരിച്ച് മാത്രം അത് കിട്ടുള്ളൂ. അപ്പോൾ ഇത്ര ഇരുട്ടുന്ന് ആ വെളിച്ചത്തേക്ക് ഇങ്ങനെ കിടക്കണ നേരത്ത് താജ്മഹൽ കാണാൻ അടിപൊളിയാണ്. നമ്മളങ്ങനെ താജ്മഹൽ കാണാല്ലേ, ഞങ്ങൾ തിരിച്ചു എങ്ങനെയുണ്ടായിരുന്നു അമ്മ താജ്മഹൽ? സൂപ്പർ. നമ്മൾ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല, ഇപ്പോഴും പുറത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നേ സൂപ്പർ, പുറത്തുനിന്നേ അകത്ത് ചെന്നാൽ എന്താവും അതിലും സൂപ്പർ. എല്ലാവരും കാര്യം നോക്ക്, നിലപ്പട ഇത് വെച്ചിട്ടാണ് നമ്മൾ മാർബിളിൻ്റെ അത് നാശാവതിരിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ്. പിഞ്ചിരപ്പം ഞാനും കൂടെ അപ്പോൾ ഒരു ഹായ് കൊടുത്ത്. ഹായ് ഗായ്സ്. അങ്ങനെ താജ്മഹൽ തൊട്ടപ്പോൾ വല്ലാത്ത ഫീലൊക്കെ കിട്ടി. എന്തോ ഭയങ്കര പ്രൗഡ് പോലെയൊക്കെ തോന്നി. അങ്ങനെ എല്ലാവരും എക്സൈറ്റ്മെൻറ്റിൽ തൊട്ട് നടക്കണതാണ് കാണുന്നത്. ഒരപ്പയും മോളും ഒരേ കളർ ഇട്ടിട്ടാണ്. ഞങ്ങൾ പിള്ളേരെ കണ്ടോ? പിള്ളേരൊക്കെ ഒരേ കളർ. അതെ ജിഞ്ചിരപ്പ ഷൊർണൂർ നമ്മുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ജിഞ്ചിരപ്പ ഉണ്ടാക്കിപ്പിച്ചതാണ്. ഗൈഡുണ്ട്, ആ ഗൈഡുള്ള ചേട്ടനാണ് ഫുള്ളും പറഞ്ഞത്. ശരിക്കും സോഷ്യൽ ക്ലാസ് പോലെ, ഒന്നും മനസ്സിലാവില്ല. ഇതാണ് അവസ്ഥ. ഇപ്പം നമ്മൾ താജ്മഹലിലാണ് നിൽക്കുന്നത്, അതാണ് ഹൈലൈറ്റ്. നമ്മളിപ്പോൾ താജ്മഹലിലാണ് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങൾ താജ്മഹൽ കണ്ടു. നല്ലൊരു ഈവനിങ് ആയിരുന്നു, നല്ല ഈവനിങ്, അടിപൊളി. എല്ലാവരും ഒരു നടക്കണൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല രസമില്ലേ? ഇത് 20,000 ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടി പണ്ട് സ്ഥലമാണെന്നൊക്കെ പറയും. എല്ലാവരും നടക്കുക.
അതിൻ്റെ ഒക്കെ സെറ്റ് അവിടെ വന്നാൽ മതി. അടിപൊളിയാ. ഇനി ഞങ്ങൾ എങ്ങോട്ടും പോകണില്ല. ഞങ്ങൾ ആ കൂടിയിട്ട് താജ്മഹലാണെന്ന് കണ്ടത്. ഇനി നേരെ പോവുക, റൂമിൽ പോവുക. അത് കഴിഞ്ഞിട്ട് അവിടെ റെസ്റ്റ് എടുക്കുക. എന്നിട്ട് നാളെ കുറേ സ്ഥലത്തേക്ക് പോകാണ്ട് നമുക്ക്. ഗൈസ് അങ്ങനെ നമ്മൾ താജ്മഹൽ വിട്ട് പോവാണ്. ഇപ്പം രാത്രി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പോകുന്നുണ്ട്. കുഞ്ഞാവ് ഭയങ്കര സാഡായിട്ടിരിക്കുകയാണെങ്കിൽ അവൾക്ക് പിക്ചറൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അവളെ ഹാപ്പി ആക്കാം. ഇവിടെ കുറേ കിളികളൊക്കെ പറന്നു പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ഗുഹയുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത, നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ പുറത്തൊന്നും കാണില്ല. അതിന് പുറത്ത് വന്നാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. ഇനി പൊന്നു താജ്മഹൽ എടുത്തത് കാണിച്ചു തരാം. എൻ്റെ വലുപ്പത്തിലല്ലാണ്ട് അവൻ്റെ വലുപ്പത്തിൽ എടുത്തിട്ട് നല്ല വൃത്തിക്ക് എടുത്ത ഷോർട്സ് ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വ്ളോഗൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി വ്ളോഗ് ഇന്നത്തെ. അപ്പോൾ ഇനി നാളെ ഡേ 2 എന്ന് പറഞ്ഞിട്ട് കാണാം എല്ലാവർക്കും. പിന്നെ കുറേ കുറവുകളൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങളൊക്കെ സെറ്റാക്കും. പയ്യെ ഒക്കെ സെറ്റായിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.